ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു എയർ ഫ്രയറിൽ കേക്ക് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിൾ. അതിനായിട്ട് ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിച്ചിടാൻ പോകുന്നത്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിളാണ്. ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും കുഞ്ഞൊരു റെസിപ്പിയാണ്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് അടിച്ചെടുത്ത് വരാം. നന്നായി മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് നോക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, വളരെ കുറച്ച് ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി അത് മെൽറ്റ് ചെയ്ത ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ. ഇതെല്ലാതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നന്നായി കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഓയിൽ ബട്ടർ ചേർത്താലും നന്നായിക്കോട്ടെ. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്താൽ മതി മെൽറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ബാറ്റർ അത്യാവശ്യം തിക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു അളവിനനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ പാൽ മാത്രം മതി കേട്ടോ. ഇതായി ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും അതിനകത്ത് വേണ്ടത്. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അവസാനം ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. എല്ലാതും കൂടി 2 പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഈ പാൽ മാത്രമേ ഇതിനാവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണെന്നുള്ളത്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എയർ ഫ്രൈയിൽ ചെയ്താൽ നമ്മൾ ടിന്ന് വെക്കുന്നത്. ഇനി ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ അത് വെക്കാം കേട്ടോ. ഇത് ഞാൻ സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ടിന്ന് തന്നെ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, ഒട്ടിപ്പിടിക്കാൻ വേണ്ടി. ഇനി ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി കേട്ടോ. പിന്നെ ഓയിൽ ചേർത്തിട്ട് കുറച്ച് മൈദ തൂവി കൊടുക്കാം. ജസ്റ്റ് എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്താൽ മതി. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് വിട്ട് കിട്ടും. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി കേട്ടോ. ഇനി നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതൊരു ടീ കേക്കാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ബേക്ക് ചെയ്യുന്ന വലിയൊരു കേക്കാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കേക്കാണ്. പിന്നെ വല്ല ബേക്കേഴ്സും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതാണോ കേക്ക് എന്നൊന്നും ചോദിക്കണ്ട. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്ക് പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കേക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കും ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ എയർ ഫ്രൈയിലേക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് എയർ ഫ്രൈ തന്നെ ബേക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സ്റ്റൗവിനകത്ത് നമ്മൾ സാധാരണ ചെമ്പിനകത്തൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ ചെയ്യാം. അതുപോലെ കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് നമ്മൾ സാധാരണ ബേക്ക് ചെയ്യില്ലേ, അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ എയർ ഫ്രയർ ഓൺ ആയിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ബേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ ഉണ്ടാവും, അത് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളതിനകത്ത് 125 ഡിഗ്രിയാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ ടൈം വരും എത്രയാണെന്നുള്ളത്. പക്ഷേ 25 മിനിറ്റിൻ്റെ ആവശ്യത്തിനകത്തില്ല. കാരണം വളരെ കുറച്ച് ഒരു ബാറ്റർ മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അത്യാവശ്യം ആ കേക്ക് ടിന്നിൻ്റെ ഒരു പകുതി 3/4 ഭാഗത്തോളം നമ്മൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 25 മിനിറ്റ് ഉണ്ട്. ഞാനിതൊരു 15 മിനിറ്റേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പപ്പടക്കോല് ഉപയോഗിച്ച് കുത്തി നോക്കിയപ്പോൾ അത് നന്നായി ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾ 25 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചാലും ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്താൽ മതി, ടൈം ക്യാൻസൽ ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് ഞാൻ 25 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം അതൊരു വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഓഫാക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ. കാരണം വളരെ കുഞ്ഞ് കേക്കാണല്ലേ, അതുകൊണ്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടിയത്. പിന്നെ നല്ല ചൂടുണ്ട്. പക്ഷെ നമുക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് പോന്നിട്ടുണ്ട്. എങ്കിലും ജസ്റ്റൊക്കെ ഒന്നിങ്ങനെ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചിട്ടോ ഒന്നിങ്ങനെ വെളിപ്പിച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് പോന്ന് കിട്ടും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. അതൊക്കെ പോയി കണ്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കുഞ്ഞ് കേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 15 മിനിറ്റിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ എന്നുള്ളത് കേട്ടോ. ഒരുപാട് ബാറ്റർ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഡബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് തന്നെ വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ കട്ട് ചെയ്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അകമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എയർ ഫ്രൈനകത്തുള്ള കേക്കിനകത്ത് അകന്ന് വെന്ത് കിട്ടില്ല എന്നുള്ളത്. പക്ഷേ അകമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് പ്ലഫി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കി നോക്കും. കുട്ടികൾക്ക് വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പണികളില്ല, അളവുകളുടെ പ്രശ്നമില്ല, ഒന്നുമില്ല, യാതൊരു പ്രശ്നമില്ല. നന്നായി പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. ഇത് കണ്ടോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കണ്ടില്ല നിങ്ങൾ. നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് ക്ഷമയില്ലല്ലോ, വീഡിയോ എടുക്കണം ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ചൂടൊന്നും പോകാനുള്ള ക്ഷമയൊന്നുമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു തന്നത്. കണ്ട നല്ല സോഫ്റ്റാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. താങ്ക്